ഹായ് ഹലോ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ആൻഡ് പാരൻസ്. ഇന്ത്യയിൽ നിന്നും വിദേശത്ത് MBBS പഠിക്കാൻ സാധിക്കുന്ന രാജ്യങ്ങളും അവിടുത്തെ മികച്ച മെഡിക്കൽ യൂണിവേഴ്സിറ്റികളെയും പരിചയപ്പെടുത്തുന്ന വിൽബർട്ടൺ എഡ്യൂക്കേഷൻസിന്റെ MBBS ഡയറീസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സെൻട്രൽ ഏഷ്യയുടെ ഹൃദയഭാഗമായിട്ട് അറിയപ്പെടുന്ന കസാക്കിസ്ഥാൻ ഇന്ന് മെഡിക്കൽ എഡ്യൂക്കേഷൻസിനെ ഗ്ലോബൽ ഹബ്ബായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളെക്കാൾ ഏറ്റവും കുറഞ്ഞ ഫീസിൽ MBBS പഠിക്കാമെന്നത് തന്നെയാണ് ഇന്ത്യൻ സ്റ്റുഡൻസിനെ ഇവിടേക്ക് ആകർഷിക്കുന്ന ഒന്നാമത്തെ കാര്യം. ഒരു ഡൈവേഴ്സ് കൾച്ചറൽ ഹബ്ബ് എന്ന രീതിയിൽ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഇവിടെ ഏതാണ്ട് 130ഓളം എത്നിക് ഗ്രൂപ്പുകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കസാക്കിസ്ഥാനിലേക്ക് വരുന്ന സ്റ്റുഡൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ ആയിക്കോട്ടെ, ഇവരോടൊന്നും യാതൊരുവിധ വേർതിരിവും കസാക്കികൾ കാണിക്കാറില്ല. 1934 സ്ഥാപിക്കപ്പെട്ടതും ഏറ്റവും പഴക്കം ചെന്നതുമായിട്ടുള്ള കസാക്കിസ്ഥാനിലെ മികച്ച അക്കാഡമിക് പ്രോമിസ് ചെയ്യുന്ന ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നായിട്ടുള്ള അൽഫറാബി കസാഖ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. കസാക്കിസ്ഥാനിലെ MBBS പഠനത്തിന്റെ പ്രത്യേകതകളും അൽഫറാബി യൂണിവേഴ്സിറ്റിയിലെ ട്യൂഷൻ ഫീസ്, അക്കാഡമിക്സ്, യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസേഷൻസ്, പ്രോഗ്രാം കരിക്കുലം, എൻട്രി റിക്വയർമെന്റ്സ്, ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ്, ലിവിംഗ് എക്സ്പെൻസ്, കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്നിങ്ങനെ ഒരു MBBS സ്റ്റുഡൻറ്റും പാരന്റും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കസാക്കിസ്ഥാൻ എന്ന രാജ്യം മെഡിക്കൽ സയൻസിന് ചെയ്ത കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കസാക്കിസ്ഥാനിലെ മെഡിക്കൽ റിസർച്ചേഴ്സ് ഡയബറ്റീസ്, കാർഡിയാക് വാസ്കുലർ ഡിസീസ് എന്നിവയ്ക്കുള്ള സ്റ്റെം സെൽ തെറാപ്പി, റീജനറേറ്റീവ് മെഡിസിൻ എന്നിവ ഡെവലപ്പ് ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇവരുടെ പ്രവർത്തനങ്ങൾ ഈ ഒരു മേഖലയിൽ വലിയ മുന്നേറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ട്. ഓങ്കോളജി, ന്യൂറോളജി, കോസ്മെറ്റിക് സർജറി എന്നിവയ്ക്കുള്ള ട്രീറ്റ്മെന്റ്സും വളരെ അഫോർഡബിൾ ആയിട്ടാണ് കസാക്കിസ്ഥാനിൽ നൽകുന്നത്. ഇത് ലോകമെമ്പാടുമുള്ള പേഷ്യൻസിന് ഇവിടെ ട്രീറ്റ്മെന്റിന് വരാൻ കാരണമാകുന്നുണ്ട്. കൂടാതെ WHO അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനുമായിട്ട് സഹകരിച്ചിട്ട് ട്യൂബർക്ലോസിസ് ചികിത്സക്കായിട്ട് ഇന്നോവേറ്റ് സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യാനും കസാക്കിസ്ഥാന് സാധിച്ചിട്ടുണ്ട്. ഓങ്കോളജി മേഖലയിൽ റോബോട്ടിക് സർജറി, പ്രോട്ടോൺ തെറാപ്പി തുടങ്ങിയ അഡ്വാൻസ്ഡ് ടെക്നോളജീസും ക്യാൻസർ ട്രീറ്റ്മെന്റ് സെന്റേഴ്സിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മേഖലയിൽ വലിയൊരു പ്രോഗ്രസ് കൈവരിക്കാൻ ഇന്ന് കസാക്കിസ്ഥാന് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ട്രീറ്റ്മെന്റ് രീതി ഇന്ന് ക്യാൻസർ പേഷ്യൻസിന് കൂടുതൽ എഫക്റ്റീവും പ്രിസൈസുമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആണ്. ഇത്തരം ഇന്നോവേഷൻസ് കൊണ്ട് കസാക്കിസ്ഥാൻ ലോകത്തിലെ മെഡിക്കൽ സെക്ടറിൽ ഒരു പ്രധാന സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇവരുടെ റിസർച്ചും ഇന്നോവേഷനും ഭാവിയിൽ ഇനിയും കൂടുതൽ മെഡിക്കൽ മുന്നേറ്റങ്ങൾക്ക് സഹായകരമാകും വിധത്തിലുള്ളവയാണ്. ഇനി നമുക്ക് ഈ അൽമാട്ടി സിറ്റിയെ കുറിച്ചിട്ട് കൂടുതൽ അറിയാം. കസാക്കിസ്ഥാന്റെ സൗത്ത് ഈസ്റ്റേൺ ഭാഗത്താണ് അൽമാട്ടി സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു സിറ്റി ഇതിന്റെ സ്റ്റെൻഡിങ് മൗണ്ടൻ വ്യൂസും ലഷ് ഗ്രീനറീസ് എന്നിവ കൊണ്ട് വളരെയധികം പ്രശസ്തമാണ്. അൽമാട്ടി സിറ്റി സെന്ററിൽ നിന്നും ഏതാണ്ട് 7 കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് നമ്മൾ അൽഫറാബി യൂണിവേഴ്സിറ്റി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് വളരെ കൺവീനിയന്റ് ആണ്. നൂറ്റാണ്ടുകളായിട്ട് അൽമാട്ടി സിൽക്ക് റോഡിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രധാന ട്രേഡ് ആൻഡ് കൾച്ചറൽ കേന്ദ്രം കൂടിയിട്ടാണ്. ഇത് ഈ ഒരു അൽമാട്ടി സിറ്റിക്ക് റിച്ച് ഹിസ്റ്ററി ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജും നൽകിയിട്ടുണ്ട്. ഈ ഒരു സിറ്റിയിലെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് നോക്കുകയാണെങ്കിൽ തന്നെ കസാക്കിസ്ഥാനിലെ ഏറ്റവും മനോഹരമായതും പഴക്കം ചെന്നതുമായിട്ടുള്ള സെൻട്രൽ മോസ്ക് കാണാൻ സാധിക്കും. വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഐസ് സ്കേറ്റിംഗ് റിംഗും ഇവിടെ തന്നെയാണ്. സ്റ്റെൻഡിങ് മൗണ്ടൻ ബാക്ക്ഡ്രോപ്പിൽ വരുന്ന ഇവിടം ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് കൂടിയാണ്. ഇതുകൂടാതെ അൽമാട്ടിയുടെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ഒരു പ്രതീകമായി അറിയപ്പെടുന്ന റിപ്പബ്ലിക്കൻ സ്ക്വയറും നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അൽമാട്ടി വളരെ സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. ഇന്ത്യയിൽ നിന്നും മറ്റ് കൺട്രീസിൽ നിന്നും ഇവിടെ ഒരുപാട് വിദ്യാർത്ഥികൾ MBBS പഠിക്കാനായിട്ട് വരുന്നുണ്ട്. യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ അൽമാട്ടിയിലെ ലിവിംഗ് എക്സ്പെൻസ് മാനേജബിൾ ആണ്. നമുക്കിനി അൽമാട്ടിയിലത്തെ സേഫ്റ്റിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു സ്ട്രോങ് പോലീസ് ഫോഴ്സ് ഉള്ള രാജ്യമായതിനാൽ തന്നെ കസാക്കിലെ സേഫ്റ്റി ആലോചിച്ചിട്ട് നിങ്ങൾ വെറീഡ് ആവേണ്ട ആവശ്യമില്ല. സ്റ്റുഡൻസിന് യാതൊരുവിധ ഇഷ്യൂസും വരാത്ത രീതിയിൽ 24/7 സെക്യൂരിറ്റി സർവൈലൻസ് ഉള്ള വളരെ സേഫും സെക്യൂറുമായിട്ടുള്ള ഒരു സ്റ്റഡി എൻവയറൺമെന്റ് ആണ് യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേഷൻ നമുക്ക് ഉറപ്പു തരുന്നത്. കൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള അക്കാഡമിക് അല്ലെങ്കിൽ സോഷ്യൽ അസിസ്റ്റൻസിന് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റീസും വളരെ ആക്റ്റീവായിട്ടിവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ അൽഫറാബിയിൽ പഠിക്കുമ്പോൾ നിങ്ങളുടെ സോഷ്യൽ ലൈഫും അക്കാഡമിക് ലൈഫും വളരെ കംഫർട്ടബിൾ ആയിരിക്കും. നമുക്കിനി യൂണിവേഴ്സിറ്റിയുടെ റെക്കഗ്നൈസേഷൻസിനെ കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കാം. ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് യൂണിവേഴ്സിറ്റിയുടെ റെക്കഗ്നൈസേഷൻസ് ഉള്ള ഈ ഒരു യൂണിവേഴ്സിറ്റി ടൈംസ് ഹയർ എഡ്യൂക്കേഷൻസിൽ വേൾഡ് യൂണിവേഴ്സിറ്റി ടോപ്പ് റാങ്കിങ്ങിൽ 500-ൽ വന്നിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയും കൂടിയിട്ടാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, വേൾഡ് ഡയറക്ടർ ഓഫ് മെഡിക്കൽ സ്കൂൾ എന്നിവയുടെ റെക്കഗ്നൈസേഷന് പുറമെ NMC, ECFMG, GMC, 5 പോലത്തെ എല്ലാവിധ അക്രിഡിറ്റേഷൻസും ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട്. ഇനി നമ്മൾ ഇവിടുത്തെ NMC ഗൈഡ് ലൈൻസ് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മളെല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ അബ്രോഡ് ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ് NMC ഗൈഡ് ലൈൻസ്. യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാം ഡ്യൂറേഷന്, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻസ്, WHO റെക്കഗ്നൈസേഷൻ,
മെഡിക്കൽ ലൈസൻസ് എലിജിബിലിറ്റി ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഓഫ് യുവർ പ്രോഗ്രാം എന്നിവയാണ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. NMCയുടെ ഗൈഡ് ലൈൻസ് കംപ്ലീറ്റ്ലി മീറ്റ് ചെയ്യുന്ന ഒരേ ഒരു സെൻട്രൽ ഏഷ്യൻ രാജ്യമാണ് കസാക്കിസ്ഥാൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ ഇന്ത്യയിൽ തിരിച്ചു വന്ന് PGO അല്ലെങ്കിൽ ഇവിടെ ഒരു ഡോക്ടറായിട്ടും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള സൗത്ത് കസാഖ് മെഡിക്കൽ അക്കാഡമിയുടെ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ NMCയെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. കസാക്കിസ്ഥാനിലെ MBBS നോക്കുന്നവർ ഈ ഒരു വീഡിയോ നിർബന്ധമായിട്ടും കാണേണ്ടതാണ്. ലിങ്ക് ഞാൻ മേലെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. ഇനി 2025 FMG എക്സാം റിസൾട്ട് നോക്കുകയാണെങ്കിൽ തന്നെ 30% പാസിംഗ് പെർസെൻറ്റേജ്. അതായത് വിദേശത്ത് പഠിച്ചു വന്ന 100-ൽ 30 ഡോക്ടേഴ്സിന് ഇന്ത്യയിൽ രജിസ്ട്രേഷൻ കിട്ടി എന്നതാണ്. നല്ല രീതിയിൽ പഠിക്കുന്ന ഏതൊരാൾക്കും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദേശത്ത് പഠിച്ചു ഇന്ത്യയിൽ ഒരു ഡോക്ടർ ആവുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ടാസ്കേ അല്ല. ഇന്ത്യയിൽ പഠിച്ചവരും വിദേശത്ത് പഠിച്ചവരും ഒരുപോലെ അറ്റൻഡ് ചെയ്യേണ്ട ഒരു എക്സാം കൂടിയാണ് NMC നെക്സ്റ്റ് എക്സാമിനേഷൻ. നമുക്കിനി യൂണിവേഴ്സിറ്റിയിലെ MBBS പ്രോഗ്രാം ഡ്യൂറേഷനെ കുറിച്ചിട്ട് മനസ്സിലാക്കാം. 5 വർഷത്തെ കോഴ്സും 1 വർഷത്തെ സെപ്പറേറ്റ് ഇന്റേൺഷിപ്പ് തരുന്ന 6 വർഷത്തെ പ്രോഗ്രാമാണ് കസാക്കിസ്ഥാനിലുള്ളത്. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻസ് വരുന്നത് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിൽ തന്നെയാണ്. ഇനി നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയിലത്തെ ഒരു പ്രോഗ്രാം കരിക്കുലം നോക്കുകയാണെങ്കിൽ തന്നെ ആദ്യ വർഷങ്ങളിൽ നിങ്ങൾ പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസ് ആയിരിക്കും. ഈ ഒരു സമയത്ത് അനാറ്റമി, ബയോകെമിസ്ട്രി, ബയോഫിസിക്സ്, ഫിസിയോളജി തുടങ്ങിയ ബേസിക് മെഡിക്കൽ സയൻസ് സബ്ജക്റ്റുകളിൽ നിന്നാണ് കോഴ്സുകൾ തുടങ്ങുന്നത്. ഇതോടുകൂടെ തന്നെ മെഡിക്കൽ സബ്ജക്റ്റുകളും ഇൻവോൾവ് ആയിക്കൊണ്ടാണ് കരിക്കുലം മുന്നോട്ട് പോകുന്നത്. പിന്നീടുള്ള വർഷങ്ങളെല്ലാം തന്നെ നിങ്ങൾ ക്ലിനിക്കൽ സ്റ്റഡീസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. സർജറി, ഇന്റേണൽ മെഡിസിൻ, ഓങ്കോളജി, ഓർത്തോ, പീഡിയാട്രിക്സ്, കമ്മ്യൂണിറ്റി മെഡിസിൻ പോലെയുള്ള സ്പെഷ്യലൈസേഷൻസിലാണ് നിങ്ങൾ ഈ വർഷങ്ങൾ പഠിക്കുന്നത്. അവസാനത്തെ ഒരു വർഷമാണ് നിങ്ങൾക്കുള്ള സെപ്പറേറ്റ് ഇന്റേൺഷിപ്പ് വരുന്നത്. നിങ്ങൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഹോസ്പിറ്റലുകളിൽ പേഷ്യൻസ് ഇന്ററാക്ഷൻസും ക്ലിനിക്കൽ റൊട്ടേഷൻസും ചെയ്തുകൊണ്ടാണ് അൽഫറാബിയിലെ MBBS കരിക്കുലം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി അൽഫറാബി യൂണിവേഴ്സിറ്റിയിലെ എക്സാം പാറ്റേൺസുകളെ കുറിച്ചിട്ട് മനസ്സിലാക്കാം. എക്സാം പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് പ്രീ ക്ലിനിക്കൽ ഫേസിലും ക്ലിനിക്കൽ ഫേസസിലും റിട്ടൺ എക്സാമുകളായിട്ടും ഓറൽ എക്സാമുകളായിട്ടും പ്രാക്ടിക്കൽ എക്സാമുകളായിട്ടും നടക്കുന്നുണ്ട്. റിട്ടൺ എക്സാമിൽ നിങ്ങൾക്ക് MCQ, പിന്നെ ഷോർട്ട് ആൻഡ് ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് ഉണ്ടാവുക. സെമസ്റ്റർ എക്സാമുകളാണ് മേജർ എങ്കിലും വൈവ എക്സാംസും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. പ്രാക്ടിക്കൽ എക്സാമുകളും ക്ലിനിക്കൽ എക്സാമുകളും നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. കൂടാതെ ഇന്റേൺഷിപ്പ് സമയത്ത് ഫൈനൽ ഇവാലുവേഷൻ സ്റ്റേഷൻസ് എക്സാമുകളും നിങ്ങൾ ചെയ്യണം. റിയൽ ടൈം പേഷ്യന്റ് ഡയഗ്നൈസേഷൻ ആണ് നിങ്ങൾ ഈ സ്റ്റേഷൻസ് എക്സാമിൽ പെർഫോം ചെയ്യേണ്ടത്. എക്സാം പാറ്റേൺസ് ഒരുവിധം എല്ലാ രാജ്യവും ഫോളോ ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. ചില യൂണിവേഴ്സിറ്റികളിൽ ഈ ഒരു സെമസ്റ്റർ വൈസ് എക്സാമിന് പുറമെ ഗ്രൂപ്പ് വൈസ് എക്സാമിനേഷനും നടത്തി വരാറുണ്ട്. ഇനി നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയിലെ ഹോസ്പിറ്റൽസിനെ കുറിച്ചിട്ടും ക്ലിനിക്കൽ സൗകര്യങ്ങളെ കുറിച്ചിട്ടും മനസ്സിലാക്കാം. അൽഫറാബി ഹോസ്പിറ്റലുമായിട്ട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള പ്രൈമറി ഹോസ്പിറ്റൽസിലും ക്ലിനിക്കൽസിലുമാണ് നിങ്ങളുടെ ക്ലിനിക്കൽ റൊട്ടേഷൻസ് നടക്കുന്നത്. അൽമാട്ടി സെൻട്രൽ ക്ലിനിക്കൽ ഹോസ്പിറ്റലാണ് ഇവിടുത്തെ മേജർ ഹോസ്പിറ്റൽ. ഏതാണ്ട് 1000-ഓളം ബെഡ് കപ്പാസിറ്റിയാണ് ഈ ഒരു ഹോസ്പിറ്റലിനുള്ളത്. മറ്റൊന്ന് 800 ബെഡ് കപ്പാസിറ്റിയിൽ വരുന്ന അൽമാട്ടി സിറ്റി ക്ലിനിക്കൽ ഹോസ്പിറ്റലാണ്. അൽമാട്ടി എമർജൻസി മെഡിക്കൽ സെന്റർ, അൽമാട്ടി റീജിയണൽ ക്ലിനിക്കൽ ഹോസ്പിറ്റൽ, സയന്റിഫിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയോളജി ആൻഡ് ഇന്റേണൽ ഡിസീസസ്, കസാഖ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി ആൻഡ് റേഡിയോളജി എന്നിങ്ങനെ 7ഓളം ഹോസ്പിറ്റലുമായിട്ടാണ് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്രയും ഹോസ്പിറ്റൽസും ബെഡ് കപ്പാസിറ്റിയും ഉള്ളത് കൊണ്ട് തന്നെ സ്റ്റുഡൻസിന്റെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റിയൽ ടൈം ക്ലിനിക്കൽ എക്സ്പീരിയൻസും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിക്കും. മോഡേൺ ഇൻഫ്രാസ്ട്രക്ചറിൽ റിയൽ പേഷ്യൻസുമായിട്ട് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് കിട്ടുന്നത് കൊണ്ട് തന്നെ സ്റ്റുഡൻസിന് കോൺഫിഡൻറ്റ് ബൂസ്റ്റ് ചെയ്യാനും സ്കിൽ ഇംപ്രൂവ് ചെയ്യാനും ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റി സപ്പോർട്ടിനെ കുറിച്ചിട്ടും എൻട്രി ക്രൈറ്റീരിയനെ കുറിച്ചിട്ടും നോക്കാം. അക്കാഡമിക് പ്രൊഫസേഴ്സ്, അസോസിയേറ്റ് പ്രൊഫസേഴ്സ്, ലെക്ചേഴ്സ് എന്നിങ്ങനെ 2000-ഓളം ഫാക്കൽറ്റി മെമ്പേഴ്സ് ആണ് നമ്മളുടെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ഒരു യൂണിവേഴ്സിറ്റിയിലുള്ളത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകളിലായിട്ട് +2-ന് 60% അതിൽ മുകളിൽ സ്കോർ ചെയ്യുന്നവർക്കും ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷിക്കാവുന്നതാണ്. നീറ്റ് ക്വാളിഫൈ ആയിരിക്കണം എന്നതും കസാക്കിസ്ഥാനിലെ അൽഫറാബിയിൽ അഡ്മിഷൻസ് കിട്ടാനുള്ള ക്രൈറ്റീരിയ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ ഏജ് ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ 17 മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയിലെ ട്യൂഷൻ ഫീസിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാം. അൽഫറാബിയിലെ ട്യൂഷൻ ഫീസ് വരുന്നത് ഇയർലി $4800 ആണ്. ഇന്ത്യൻ റുപ്പീസുമായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് 4,20,000 രൂപയോളമാണത്. ട്യൂഷൻ ഫീസ് കുറഞ്ഞ കസാക്കിസ്ഥാനിലെ മറ്റൊരു യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ടുള്ള വീഡിയോയും നമ്മുടെ ചാനലുണ്ട്. യു ക്യാൻ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ഇനി ട്യൂഷൻ ഫീസിന് പുറമെ ഇവിടെ വരുന്ന ഒരു ഹോസ്റ്റൽ ഫീസും ലിവിംഗ് എക്സ്പെൻസിനെ കുറിച്ചിട്ടും മനസ്സിലാക്കാം. യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്കണോമിക് കാറ്റഗറി, ലക്ഷറി കാറ്റഗറി എന്നിങ്ങനെയാണ് റൂംസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ഏതാണ്ട് വർഷത്തിൽ $1000 ഫീസ് വരുന്നത്. ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 87,000 രൂപയോളമാണ്. ഹൈജീനിക്കും ന്യൂട്രീഷൻസുമായിട്ടുള്ള ഫുഡുകളൊക്കെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ചൊരു എക്സ്പെൻസീവ് ആണ്. ഏതാണ്ട് ഒരു $150 ഒരു മാസത്തേക്ക് വരുന്നത്. ഉദ്ദേശം 13,000 ഇന്ത്യൻ രൂപ
രൂപയാണ്. പക്ഷേ പൊതുവേ നമ്മളുടെ കുട്ടികളെല്ലാവരും തന്നെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിന് പകരം പ്രൈവറ്റ് അക്കോമഡേഷൻസ് ആണ് ചൂസ് ചെയ്യാറ്. ഇങ്ങനെ ഒരു പ്രൈവറ്റ് അക്കോമഡേഷൻസ് ചൂസ് ചെയ്യുന്നതിലൂടെ സെൽഫ് കുക്കിംഗ് ഓപ്ഷൻസും എടുക്കാവുന്നതാണ്. എക്സ്പെൻസ് കുറക്കാൻ ഞങ്ങളും നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു ഓപ്ഷൻ തന്നെയാണ്. ഈ ഒരു രീതിയിലാണെങ്കിൽ മന്ത്ലി ഏതാണ്ട് 20,000 രൂപയോളമാണ് എക്സ്പെൻസ് വരിക. അൽമാട്ടി സിറ്റി കസാക്കിസ്ഥാനിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റി ആയതുകൊണ്ട് തന്നെ പൊതുവെ എക്സ്പെൻസ് ഒരല്പം കൂടുതലാണ്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എപ്പോഴും റീച്ചബിൾ ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസിൽ അക്കോമഡേഷൻ ചൂസ് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. സെക്യൂരിറ്റിയോട് കൂടുതൽ അക്കോമഡേഷൻ എല്ലാം തന്നെ വിൽബർട്ടൺ എഡ്യൂക്കേഷൻസിന്റെ ഭാഗമായി ഞാനും എൻ്റെ ടീമും കുട്ടികളുടെ കൂടെ ട്രാവൽ ചെയ്ത് എല്ലാം റെഡിയാക്കിയതിന് ശേഷം മാത്രമാണ് തിരിച്ചു വരുന്നത്. ഇനി നമുക്ക് കസാക്കിസ്ഥാനിലേക്കുള്ള ട്രാവലിങ്ങിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാം. യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള നിയറസ്റ്റ് എയർപോർട്ട് വരുന്നത് അൽമാട്ടി ഇന്റർനാഷണൽ എയർപോർട്ട് ആണ്. ഏതാണ്ട് 40 മിനിറ്റ് കൊണ്ട് തന്നെ എയർപോർട്ടിൽ നിന്നും യൂണിവേഴ്സിറ്റിയിലേക്ക് എത്താൻ സാധിക്കും. നോർമലി കേരളത്തിൽ നിന്നും കസാക്കിസ്ഥാനിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കണക്ഷൻ ഫ്ലൈറ്റ് ആണ് എടുക്കാറ്. കൊച്ചിയിൽ നിന്നും ഡൽഹിയിലേക്കും ഡൽഹിയിൽ നിന്ന് അൽമാട്ടിയിലേക്കുമാണ് ഫ്ലൈറ്റ് എടുക്കാറ്. വെറും 3 മണിക്കൂർ മാത്രമാണ് ഡൽഹിയിൽ നിന്നും കസാക്കിസ്ഥാനിലേക്കുള്ള ദൂരം വരുന്നത്. ഫ്ലൈറ്റ് ടിക്കറ്റ് ചാർജ് വരുന്നത് ഏതാണ്ട് 20,000 രൂപ മുതലാണ്. കസാക്കിസ്ഥാനിലെ ലോക്കൽ കറൻസി വരുന്നത് കസാക്കിസ്ഥാൻ ടെങ്കിയാണ്. നമ്മുടെ 100 രൂപ എന്ന് പറയുന്നത് കസാക്കിസ്ഥാനിലെ 855 ടെങ്കിയാണ്. ഇനി നമ്മൾ പറയുന്നത് വാട്ട് ആഫ്റ്റർ MBBS ഇൻ കസാക്കിസ്ഥാൻ എന്നതിനെ കുറിച്ചിട്ടാണ്. അതായത് കസാക്കിസ്ഥാനിലെ MBBS ശേഷം എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. കസാക്കിസ്ഥാനിൽ നിങ്ങൾ MBBS പഠിക്കുന്നതിലൂടെ അമേരിക്ക, ഓസ്ട്രേലിയ, യൂറോപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ തുടങ്ങിയ ലോകത്തെ ഏത് രാജ്യത്തും ഒരു ക്വാളിഫൈഡ് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് സ്പെഷ്യാലിറ്റിയിലും നിങ്ങൾക്ക് ഒരു PG എടുക്കാനും സാധിക്കും. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് ഭൂരിഭാഗം പേര് കസാക്ക് ചൂസ് ചെയ്യുന്നത് തന്നെ ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യയിലെ പോലെ തന്നെ 5 വർഷത്തെ കോഴ്സും 1 വർഷത്തെ സെപ്പറേറ്റ് ഇന്റേൺഷിപ്പ് തരുന്ന സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലെ ഒരു രാജ്യം കൂടിയാണ് കസാക്കിസ്ഥാൻ. സോ നാട്ടിൽ വന്ന് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ PG ചെയ്യാനോ ആയിരിക്കും നിങ്ങളിൽ ഭൂരിഭാഗം പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കുക. NMC റൂൾസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് FMG അഥവാ നെക്സ്റ്റ് എക്സാം എഴുതി ഇന്ത്യയിലൊരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കും. കസാക്കിസ്ഥാനിൽ നീണ്ട 15 വർഷമോ അല്ലെങ്കിൽ അതിന് മുകളിലായിട്ടോ ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പല ഹോസ്പിറ്റലുകളിലും കസാക്കിസ്ഥാനിൽ നിന്ന് പഠിച്ചു വന്ന സ്റ്റുഡൻസ് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് നോക്കുകയാണെങ്കിൽ തന്നെ 2024 കണക്ക് പ്രകാരം ഇന്ത്യയിലെ ടോട്ടൽ MBBS സീറ്റ് വരുന്നത് 1,09,153 ആണ്. എന്നാൽ നീറ്റ് എക്സാമിന് അപ്പിയർ ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ എണ്ണം നോക്കുകയാണെങ്കിൽ 23,33,297 ആണ്. അതായത് നിങ്ങൾക്ക് ഇന്ത്യയിൽ ഡോക്ടർ ആവാനുള്ള ഒരു സീറ്റ് ലഭിക്കാനുള്ള ചാൻസ് വെറും 4.68% മാത്രമാണ്. ഈ ഒരു 4% വരാൻ നിങ്ങൾ നീറ്റ് വിത്ത് +1 +2 അത് കഴിഞ്ഞ് നീറ്റ് കോച്ചിങ്, പിന്നെ നീറ്റ് റിപ്പീറ്റ്, നീറ്റ് റിപ്പീറ്റ് എന്നിങ്ങനെ എത്ര കഷ്ടപ്പെട്ടാലും വെറും 4% മാത്രമാണ് ഇന്ത്യയിൽ ഒരു MBBS സീറ്റ് കിട്ടാനുള്ള ചാൻസ് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പഠിച്ച് ഡോക്ടർ ആവാനുള്ള ചാൻസ് വെറും 4%, അബ്രോഡ് പഠിച്ച് ഇന്ത്യയിലൊരു ഡോക്ടർ ആവാനുള്ള ചാൻസ് 30% എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഇനി നമ്മളുടെ വീഡിയോയുടെ കൺക്ലൂഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് 1934 സ്ഥാപിക്കപ്പെട്ട യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ ഇവിടെ പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിച്ച് തിരിച്ച് ഇന്ത്യയിലും അതുപോലെ തന്നെ യൂറോപ്പിലും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ സക്സസ്ഫുൾ ഡോക്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. മറ്റ് പല MBBS സ്റ്റഡി ഡെസ്റ്റിനേഷനുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് ലിവിങ് മാനേജബിൾ എന്നുള്ളതും അൽമാട്ടിയിലെ അൽഫറാബി യൂണിവേഴ്സിറ്റിയിലത്തെ ഒരു പ്രത്യേകതയാണ്. കസാക്കിസ്ഥാനിലെ ടോപ്പ് റാങ്ക്ഡ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആയ അൽഫറാബി മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തീർച്ചയായും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ക്വാളിറ്റി MBBS ഓപ്ഷനാണ്. കസാക്കിസ്ഥാനിലെ MBBS അഡ്മിഷനുമായിട്ടുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. വിദേശത്ത് MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ക്ലാസ്മേറ്റ്സിനോ അല്ലെങ്കിൽ നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്നവർക്കൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാം. ഈ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും MBBS അബ്രോഡുമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളും ലൈക്കായും കമൻറ്റായും നിങ്ങൾക്ക് രേഖപ്പെടുത്താം. യൂറോപ്പിലും ഏഷ്യയിലുമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും കുറവ് ഫീസിൽ ഏറ്റവും മികച്ച ഫെസിലിറ്റീസിൽ MBBS പഠിക്കാൻ സാധിക്കുന്ന ഗ്ലോബലി അക്രീഡേറ്റഡ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. ആദ്യമായാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള എഡ്യൂക്കേഷൻ റിലേറ്റഡ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. MBBS പഠിക്കാൻ വേൾഡ് ക്ലാസ് മെഡിക്കൽ യൂണിവേഴ്സിറ്റീസ് പരിചയപ്പെടുത്തുന്ന മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.